Hello guys, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ത് കാണിച്ചു തരാൻ പോകുന്നത് വെച്ചാൽ നിങ്ങൾ ഇതിനു മുമ്പൊക്കെ ഇൻസ്റ്റാഗ്രാമിനകത്ത് ട്രെൻഡിങ് ആയി കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമായിരുന്നു 3D സൂം എഫക്റ്റ്. നമുക്കറിയായിരിക്കും നിങ്ങളിപ്പോൾ ഈ വീഡിയോനകത്ത് കാണുന്ന സംഭവമാണ് ആ ഒരു 3D സൂം എഫക്റ്റ്. അതായത് ഒരു ഫോട്ടോ, ആ ഫോട്ടോനകത്തുള്ള സബ്ജക്റ്റ് അല്ലെങ്കിൽ അതിനകത്തുള്ള ഒരാൾ അവിടെ തന്നെ സ്റ്റില്ലായിട്ട് നിൽക്കും, അതിനകത്തുള്ള ബാക്ക്ഗ്രൗണ്ട് മൂവ് ചെയ്യും. ഇതാണ് 3D സൂം എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 3D സൂം എഫക്റ്റ് അവർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോനെ എടുക്കും, എന്നിട്ട് അവർ ഒരു ക്യാപ് കട്ട് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റ് ആപ്സും സോഫ്റ്റ്വെയർസൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ഒരു സംഭവം ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോനകത്ത് കാണിച്ചു തരാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 3D സൂം എഫക്റ്റ് നമുക്ക് അങ്ങനെ വീഡിയോനകത്ത് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ്. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ ഈ 3D സൂം എഫക്റ്റ് നിങ്ങൾ വീഡിയോനകത്ത് കൊണ്ടുവരുമ്പോൾ അതിന് പേരുന്ന പേരെന്ന് പറയുന്നത് ഡോളി സൂം എഫക്റ്റ് എന്നോ അല്ലെങ്കിൽ വെർട്ടിഗോ എഫക്റ്റ് എന്നൊക്കെയാണ്. അത് പല സിനിമകളിലൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ മലയാളത്തിൽ തന്നെ നമ്മൾ ആട് എന്ന് പറഞ്ഞ സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് ചില സീനുകളിലുണ്ട്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് 3D സൂം എഫക്റ്റ്, ഡോളി സൂം എഫക്റ്റോ അല്ലെങ്കിൽ വെർട്ടിഗോ എഫക്റ്റ് എന്ന് പറയുന്നത് വീഡിയോനകത്ത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വലിയ ലാപ്ടോപ്പും PC അല്ലെങ്കിൽ ഒരു വലിയ ക്യാമറകളും കാര്യങ്ങളൊന്നും വേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമ്മുടെ ഫോണിനകത്ത് സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയും. രണ്ട് വഴികളാണ് ഞാൻ ഇന്നത്തെ വീഡിയോനകത്ത് കാണിച്ചു തരാൻ പോകുന്നത്. ഒന്ന്, നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു സംഭവം എഫക്റ്റ് കൊണ്ടുവരാൻ കഴിയും. രണ്ടാമത്തത്, നിങ്ങൾക്ക് ഷൂട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്കത് എഡിറ്റിങ്ങിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒന്നാമത്തെ ആ ഒരു ട്രിക്ക് പറഞ്ഞുതരാം, ആ ഒരു ഷൂട്ടിങ്ങിൽ എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു സംഭവം, ഈ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് പോയിട്ട് ഒരു പച്ചപ്പുള്ള സ്ഥലത്ത് നിൽക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അകത്താണെന്നുണ്ടെങ്കിൽ ബാക്ക് എന്തെങ്കിലും ഒരു സംഭവങ്ങൾക്ക് ഉള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ നിന്നിട്ട് നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ഇതുപോലത്തെ പ്ലെയിൻ ആയിട്ടിരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ ഷൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ചേഞ്ചും കാണത്തില്ല. കാരണം വെച്ചാൽ അവിടെ സൂം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് തിരിയില്ല, ഒരു പ്ലെയിൻ അല്ല മൊത്തത്തിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബാക്ക് എന്തെങ്കിലും ഒബ്ജക്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്തോ അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് പച്ചപ്പുള്ള സ്ഥലത്തോ അങ്ങനെ ഒരു സ്ഥലത്ത് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും സബ്ജക്റ്റ്, നിങ്ങൾ ഒരാളോ അല്ലെങ്കിൽ ഒരു സംഭവം അവിടെ വെക്കുക. മെയിനായിട്ട് സംഭവം അവിടെ ഉണ്ടായിരിക്കണം നടുവിലായിട്ട്. അപ്പോൾ അങ്ങനെ ഒരാളോ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് അവിടെ വെച്ചതിന് ശേഷം നിങ്ങൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ രണ്ട് രീതിയിലാണ് ഷൂട്ട് ചെയ്യാൻ കഴിയും. ഒന്നെങ്കിൽ ദൂരെ നിന്നിട്ട് നിങ്ങൾക്ക് അരിയത്തോട്ടേക്ക് വരുന്ന രീതിയിൽ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ കഴിയും, അങ്ങനെ ആ ഒരു എഫക്റ്റ് കൊണ്ടുവരാൻ കഴിയും. അല്ലെങ്കിൽ അരിയത്ത് നിന്നിട്ട് ദൂരോട്ടേക്ക് വരുന്ന രീതിയിലും ഈ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു സംഭവം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതും സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ആദ്യം പറഞ്ഞിരുന്നത് ദൂരെ നിന്നിട്ട് അരിയത്തോട്ടേക്ക് വരുന്ന രീതിയിൽ അങ്ങനെ ആണെങ്കിൽ എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ആദ്യം കുറച്ച് ദൂരെ വെക്കുക, ഒബ്ജക്റ്റുമായിട്ട് കുറച്ച് ദൂരെ വെക്കുക. ദൂരെ നിന്നതിന് ശേഷം നിങ്ങൾ സൂം ചെയ്തതിന് ശേഷം കറക്റ്റ് നല്ലൊരു ഫ്രെയിം കിട്ടുന്ന രീതിയിൽ നിങ്ങൾ സൂം ചെയ്തതിന് ശേഷം നിങ്ങൾ മെല്ലെ മുന്നോട്ടേക്ക് നടക്കുന്ന സമയത്ത് ഷെയ്ക്കൊന്നും ഇല്ലാതെ നടക്കണം. അപ്പോൾ അങ്ങനെ നടക്കുന്ന സമയത്ത് മെല്ലെ സൂം കുറക്കാം. സൂം ചെയ്തിട്ടല്ലല്ലോ, അപ്പോൾ സൂം മെല്ലെ ഇങ്ങനെ കുറക്കാം. അരിയത്ത് വരും തോറും ഇങ്ങനെ സൂം കുറച്ച് അവസാനം ആ ഫുള്ള് സൂം കുറഞ്ഞിട്ടേക്കുണ്ടാവും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഷൂട്ട് ചെയ്യാം. ഞാൻ അപ്പോൾ വീഡിയോനകത്ത് കാണിച്ചു തന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആ ഒരു സംഭവം നിങ്ങൾ പ്ലേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു 3D സൂം എഫക്റ്റ് അല്ലെങ്കിൽ ഈ ഡോളി സൂം എഫക്റ്റ് അല്ലെങ്കിൽ വെർട്ടിഗോ എഫക്റ്റ് ഒക്കെ ആ ഒരു സംഭവം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് അടുത്ത് ദൂരോട്ടേക്ക് ഷൂട്ട് ചെയ്യുന്നതാണെങ്കിൽ അടുത്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾ ദൂരോട്ടേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ആ ഒരു അടുത്ത് വെച്ച ആ ഒരു ഫ്രെയിം എങ്ങനെയാണോ അതുപോലെ സൂം ചെയ്യുക. മെല്ലെ ഇങ്ങനെ ദൂരോട്ടേക്ക് പോകുന്നവരും അങ്ങനെ സൂം ചെയ്ത് ആ ഒരു രീതിയിൽ എടുക്കുക. നിങ്ങൾക്ക് വീഡിയോനകത്ത് കണ്ട മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിൽ ഷൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എഡിറ്റിംഗ് കാര്യങ്ങളൊന്നും ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ആ ഒരു എഫക്റ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സംഭവം ചെയ്യുന്ന മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വാളിറ്റി ലോസ് അവിടെ ഉണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫോണാണ് ഉപയോഗിക്കുന്നത്, ഫോണിനകത്ത് ഡിജിറ്റൽ സൂമിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ സൂം ചെയ്യുന്ന സമയത്ത് ക്ലാരിറ്റി ലോസ് ആവുന്നതാണ്. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ വേറെ വഴിയൊന്നുമില്ല. ഒന്നെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ലെൻസ്, അതായത് ടെലിഫോട്ടോ ലെൻസ് ഉണ്ടെങ്കിൽ അതിൽ ഒപ്റ്റിക്കൽ ലെൻസ് ആയിരിക്കും, അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ സൂം ചെയ്യാൻ കഴിയും. അത് വേറെ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില ഫോണുകളിലൊക്കെ ഒപ്റ്റിക്കൽ സൂമിങ് വരുന്നുണ്ട്, അതൊക്കെ വളരെ ചുരുക്കം ഫോണുകളിലാണ്. അപ്പോൾ അത് വലിയ ഫോണുകളിലാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചില അധികം ഫോണിനകത്തും ഉണ്ടാവില്ല. അപ്പോൾ ഒന്നെങ്കിൽ ഈ ക്ലാരിറ്റി ലോസ് ആയിട്ട് തന്നെ എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഈ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ഷൂട്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ക്യാമറ ഉണ്ടെങ്കിൽ
നിങ്ങൾക്ക് ക്യാമറയിൽ ഒപ്റ്റിക്കൽ സൂം ആയിരിക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ സൂം ചെയ്തെടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മൊബൈലിലാണെങ്കിൽ ഈ സൂം ചെയ്യുന്ന സമയത്ത് ക്ലാരിറ്റി ലോസ് ആവും, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അത് മാത്രമല്ല, രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെബിലൈസ്ഡ് ആയിരിക്കണം. നിങ്ങൾ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ഒന്നും പോകാൻ പാടില്ല. അങ്ങനെ പോകുന്നതാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടില്ല. അത് മാത്രമല്ല, കറക്റ്റായിട്ട് കൊടുക്കുമെന്നുള്ളത് സ്റ്റെബിലൈസ് ചെയ്ത് പോകുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. ഇനി നിങ്ങൾ സ്റ്റെബിലൈസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ജെമ്പൽ ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റെബിലൈസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഫോട്ടോസ് എന്നുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് അതിനകത്ത് ഇവിടെ കൺസിഡർ ആ ഒരു സംഭവം ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ സ്റ്റെബിലൈസ് ആയി കിട്ടുന്നതായിരിക്കും. ഈ രീതിയിലാണ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ഒരു എഫക്റ്റ് കൊണ്ടുവരാൻ കഴിയുന്നത്. അപ്പോൾ ഇത് കുറച്ചൊരു പാടായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ ഇനി രണ്ടാമത്തെ ടേക്ക് നോക്കാം. രണ്ടാമത്തെ കുറച്ചും കൂടി സിമ്പിളാണ്. രണ്ടാമത്തെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡിറ്റിംഗ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. രണ്ടാമത്തെ സംഭവം എങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം വീഡിയോ ഷൂട്ട് ചെയ്യുക. വീഡിയോ ഷൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെയാണ്. ഒന്നെങ്കിൽ അരിയത്തുനിന്ന് ദൂരോട്ടേക്കും അല്ലെങ്കിൽ ദൂരെ നിന്ന് അരിയത്തോട്ടേക്കും ഷൂട്ട് ചെയ്യുക. അങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ സൂമിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ദൂരോട്ടേക്ക് ഇങ്ങനെ അല്ലെങ്കിൽ ദൂരെ നിന്നിട്ട് അരിയത്തോട്ടേക്കോ അല്ലെങ്കിൽ അരിയത്ത് നിന്ന് ദൂരോട്ടേക്കോ നിങ്ങൾ ഷൂട്ട് ചെയ്യുക. അത് നിങ്ങൾ ഇഷ്ടമാണ്, നിങ്ങൾക്ക് എങ്ങനത്തെ എഫക്റ്റ് ആണോ വേണ്ടത് ആ ഒരു രീതിയിൽ ഷൂട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ആപ്പ്, ഏതെങ്കിലും എഡിറ്റിംഗ് ആപ്പ് യൂസ് ചെയ്യാം. അപ്പോൾ ഈ കീ ഫ്രെയിം ഉള്ള ഏത് എഡിറ്റിംഗ് ആപ്പ് യൂസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ iOS ആണെന്നുണ്ടെങ്കിൽ VN വീഡിയോ എഡിറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും, ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ആണെന്നുണ്ടെങ്കിൽ കൈൻമാസ്റ്റർ ഇവിടെ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ കീ ഫ്രെയിം ഉള്ള ഏതൊരു എഡിറ്റിംഗ് ആപ്പോ അല്ലെങ്കിൽ ഏതൊരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ഞാൻ VN വീഡിയോ എഡിറ്ററിൽ എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ അത് നിങ്ങൾ VN വീഡിയോ എഡിറ്റർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ആക്കിയിട്ട് അതിന് പെർമിഷൻ കാര്യങ്ങളൊക്കെ അലോ ചെയ്തതിന് ശേഷം ഇവിടെ പ്ലസ് ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ന്യൂ പ്രൊജക്റ്റ് കൊടുത്തിട്ട് ആ ഒരു വീഡിയോ ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നിങ്ങളത് പ്ലേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിലാണോ നമ്മൾ ഷൂട്ട് ചെയ്തത്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ദൂരെ നിന്നിട്ട് അരിയത്തോട്ടോ അല്ലെങ്കിൽ അരിയത്ത് നിന്ന് ദൂരോട്ടേക്കോ. ഞാൻ ആദ്യം പറഞ്ഞു തരുന്നത് ദൂരെ നിന്നിട്ട് അരിയത്തോട്ടേക്ക് വരുന്ന ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്യുക. പ്ലേ ചെയ്തതിന് ശേഷം അതിൻ്റെ അവസാനം അരിയത്തോട്ടേക്ക് വരുന്ന രീതിയിലേക്ക് ഉണ്ടാകും. അപ്പോൾ ആ ഒരു സംഭവം നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. നോട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ മെല്ലെ ബാക്കോട്ടേക്ക് വന്നിട്ട് ആ ഒരു ഫസ്റ്റ് ഭാഗം വന്നിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കീ ഫ്രെയിം എന്ന് പറഞ്ഞൊരു സംഭവം കാണും, ഒരു പ്ലസ് എന്ന് പറഞ്ഞിട്ട് ആ സംഭവം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ മുന്നോട്ടേക്ക് നീക്കി കൊടുത്തിട്ട് അതിൻ്റെ അവസാനം ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അവിടെയും ഒരു പ്ലസ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ ഒരു ഡോട്ട് അവിടെ വരുന്നതായിരിക്കും. അതിനുശേഷം ഫസ്റ്റ് തന്നെ വന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഫസ്റ്റത്തെ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. ആ ഫസ്റ്റത്തെ ഭാഗം എങ്ങനെ സൂം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവസാനം ഒരു സൂം കറക്റ്റ് ഉണ്ടാകുക ഒരു രീതിയിൽ, ആ രീതിയിൽ തന്നെ ഫസ്റ്റത്തെ ഭാഗം ഒന്ന് സൂം ചെയ്യാം. ആ ഒരു രീതിയിൽ സൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സംഭവം ഒന്ന് പ്ലേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലൊരു എന്താ പറയുക 3D സൂം എഫക്റ്റ് കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ വെർട്ടിഗോ എഫക്റ്റോ അല്ലെങ്കിൽ ഡോളി സൂം എഫക്റ്റോ അങ്ങനെ ആ ഒരു സംഭവം കിട്ടുന്നതായിരിക്കും. ഇനി ഇതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിയത്ത് നിന്ന് ദൂരോട്ടേക്കാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെയാണ്. നിങ്ങൾ ആ ഒരു വീഡിയോ ഇമ്പോർട്ട് ചെയ്യുക. ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം പ്ലേ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഫസ്റ്റത്തെ ഭാഗവും കീ ഫ്രെയിം ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ അവസാനത്തെ ഭാഗവും അവിടെ ആ ഒരു കീ ഫ്രെയിം ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഫസ്റ്റത്തെ ഭാഗം എങ്ങനെയാണോ ഫ്രെയിം ഫസ്റ്റ് അടുത്ത് വരുമ്പോൾ എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെ അവസാനം പോയിട്ട് സൂം ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ പ്ലേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ഒരു സൂം എഫക്റ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് VN വീഡിയോ എഡിറ്റർ എന്ത് ചെയ്യുന്നത്. ഇനി കൈൻമാസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെയാണ്. കൈൻമാസ്റ്റർ ഓപ്പൺ ആക്കുക, പ്ലസ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ ഏതാണോ ആസ്പെക്ട് റേഷ്യോ ആ ഒരു സംഭവം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ വീഡിയോ ഇമ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വീഡിയോ വരും. അതിനുശേഷം നിങ്ങൾ പ്ലേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ദൂരെ അരിയത്തോട്ടേക്ക് ഷൂട്ട് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ ആ ഒരു സംഭവം എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നമ്മൾ സൈഡ് കാണിച്ചിരുന്ന ആ ഒരു സംഭവം ക്ലിക്ക് ചെയ്തിട്ട് മെല്ലെ ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. അവസാനം എങ്ങനെയാണോ കാണുന്നത് അതുപോലെ സൂം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു രീതി കിട്ടും. ഇനിയിപ്പോൾ അരിയത്ത് നിന്ന് ദൂരോട്ടാണെന്നുണ്ടെങ്കിൽ അത് അരിയത്ത് എങ്ങനെയാണ് കാണുന്നത് അതുപോലെ തന്നെ ദൂരെ ഇങ്ങനെ സൂം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ടിക്ക് എടുത്തിട്ട് പ്ലേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എഫക്റ്റ് കിട്ടുന്നതായിരിക്കും. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾക്ക് ഈ ഒരു എഫക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ തന്നെ ടൈം കുറേ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എടുത്തുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ നിങ്ങളിങ്ങനെ ഷെയ്ക്ക് ഞാൻ പറഞ്ഞു ഈ രീതിയിൽ ചെയ്യുമ്പോൾ ഷെയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഈ ഷെയ്ക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ പറഞ്ഞിട്ട് ഗൂഗിൾ ഫോട്ടോസ് ഉപയോഗിക്കാം. ഇനി അതില്ലാതെ നിങ്ങൾക്ക് എങ്ങനെ എഡിറ്റിംഗ് ഒന്നും ചെയ്യാതെ എങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അഥവാ നിങ്ങൾക്ക് വീഡിയോഗ്രാഫിനെ കുറിച്ച് കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. സോ നമുക്ക് അടുത്തൊരു കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.